ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിഞ്ജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത് സന്ദീപ് പ്രദീപ് പ്രധാന വേഷത്തിലെത്തുന്ന കിഷ്കിന്ധകാന്തം ടീമിന്റെ പുതിയ സിനിമയാണ് എക്കോ. അതിന്റെ ട്രെയിലറാണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സോ സമയം കളയണ്ടവാ. ആരാധ്യ സ്റ്റുഡിയോസ് മലയാള ഭാഷയിൽ എന്തോ ഒരു പേര് പറയാറുണ്ട്. മദ്രാസ് നേവൽ ബേസിൽ ഒരു ടിബറ്റൻ റോഡ് വൈൽ ഉണ്ടായിരുന്നു. ഓരോരുത്തർക്ക് ഓരോ നേരത്ത് ഓരോന്ന് തോന്നും. അതുകൊണ്ടുള്ള കാലക്കേടുകൾ. ഇതിലും ഒരു റിച്ച്നെസ് ഒക്കെ ഉണ്ട്. അതായത് ആ ഒരു വിഷ്വല് കാണിക്കുന്ന ഒരു ഗ്രീനറി ഫുള്ളായിട്ട് നല്ല പടച്ചു വിട്ടിട്ടുണ്ട്. കിഷ്കിന്ധകാന്തം ടീമും കൂടെ ആയതുകൊണ്ടായിരിക്കാം. ഇതൊരു അനിമൽ ട്രയോളജി എന്നാണ് പറയുന്നത്. കാരണം ഇതിൽ പട്ടികളുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതാണ് അങ്ങനെ നോക്കാം എന്താണെന്ന്. സന്ദീപ് പ്രദീപ് from the makers of കിഷ്കിന്ധകാന്തം. പോലീസ് സ്റ്റേഷൻ ആക്രമണം നടന്ന കാലത്ത് അടുപ്പക്കാർ ക്യാമ്പ് ഡ്യൂട്ടിയിലുണ്ടായി. 3 കഴിഞ്ഞ് 4 ആഴ്ചയായിട്ടുമാണ് അടിവാരത്തെ കാണാൻ ഞാൻ തിരക്കി ചെന്നത്. ആർക്ക് വേണ്ട കാര്യങ്ങള് നമ്മൾ പോലും അറിയാതെ നമ്മളെ കൊണ്ട് ചെയ്യും. 8 കഴിയുമ്പോഴാ അറിയാം. ശിബിയെ ആരാടാ ഉള്ളെ? ശിബിയെ കേട്ടോ? ചിലതൊക്കെ കറക്റ്റ് കേട്ടോ. ഇതൊരു തുടക്കം തൊട്ടേ എനിക്ക് തോന്നുന്നു ഒരു സീരിയസ് പടമായിരിക്കും. അതിനൊരു കണ്ടന്റ് ഓറിയന്റഡ് ഫിലിമായിരിക്കും. കാരണം ട്രെയിലറിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഒരു നല്ല സിനിമയായിട്ടാണ് ഞങ്ങൾ വരുന്നതെന്ന്. ഞാൻ പറഞ്ഞില്ലേ, അനിമൽ ട്രയോളജിയാണ്. കണ്ടിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് തോന്നുന്നുണ്ട്. പുതിയൊരു കോൺസെപ്റ്റ് ഒക്കെ വരട്ടെ. മനുഷ്യന് നടക്കാൻ പറ്റില്ല. പട്ടിയായിട്ട് സംബന്ധപ്പെട്ട എന്തോ ഇല്ലേ? സെൻസിഡാണ് എല്ലാവരും. അപ്പം ട്രെയിലർ കൊള്ളാം, നന്നായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ക്വാളിറ്റി ഉണ്ട്, ഒരു നല്ല ഗ്രീനറി ഉണ്ട്, കാണുമ്പോൾ തന്നെ കാണാനൊരു സുഖമുണ്ട്. ആൻഡ് ഇത് സന്ദീപ് പ്രദീപിന്റെ ഒരു കരിയറിലൊരു നല്ലൊരു വഴിത്തിരിവായ ചിത്രമായിരിക്കും. കാരണം നല്ലൊരു പ്രകടനം ട്രെയിലറിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. കാരണം കുറച്ച് സീൻസേ കാണിക്കുന്നുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു സിനിമയിൽ നല്ലതുപോലെ ഒരു നല്ല പ്രകടനം കാണാൻ ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ എല്ലാവരും നന്നായിട്ട് അഭിനയിക്കുന്നു. കാരണം എല്ലാവരും നല്ല ആക്ടേഴ്സാണ് ഉള്ളത്. പറഞ്ഞില്ലേ, പട്ടികളാണ് ഇതിൽ കൂടുതൽ കാണിക്കുന്നത്. അപ്പം അതിൽ പട്ടികളുടെ പേരും മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പട്ടിയുമായിട്ട് ബന്ധപ്പെട്ട, കാരണം അനിമൽ ട്രയോളജി നമ്മൾ മുമ്പേ മെൻഷൻ ചെയ്തതാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു സംഭവമാണ്. പക്ഷെ ഒരു നല്ലൊരു കണ്ടന്റ് ഓറിയന്റഡ്. കാരണം മുമ്പ് ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ട്രൈബൽ അങ്ങനെ സാധനങ്ങളൊക്കെ കുറേ ഉണ്ട്, ചൈന ബോർഡർ അങ്ങനെ സംഭവങ്ങളിൽ ഇതിൽ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുള്ളതായിട്ടൊന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പം ട്രെയിലർ കൊള്ളാം ഗൈസ്, നന്നായിട്ടുണ്ട്. പിന്നെ കിഷ്കിന്ധകാന്തം മേക്കേഴ്സും കൂടെ ആയതുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് വിശ്വസിച്ച് തിയേറ്ററിലേക്ക് പോകും. ഒരു നല്ലൊരു പടം തന്നെയായിരിക്കും അവർ തരുന്നത്. പക്ഷേ ഇപ്പം ഈ സ്റ്റേറ്റ് അവാർഡിലൊക്കെ ആ ടീമിന് ഒരു നല്ല അവാർഡൊന്നും കിട്ടിയിട്ടില്ലെന്നാണ് അറിഞ്ഞത്. പക്ഷെ അവർക്കും കൊടുക്കാനുള്ളതൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാം ജൂറിയല്ലേ തീരുമാനിക്കുന്നത്, അവരല്ലേ എല്ലാം ചെയ്യുന്നത്. പക്ഷെ ട്രെയിലർ കൊള്ളാം ഗൈസ്, നന്നായിട്ടുണ്ട്.